സീറോ മലബാർ വിശ്വാസികൾ കാലാകാലങ്ങളായി ആവേശത്തോടെ കാത്തിരുന്ന ഗൾഫ് രൂപതയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പച്ചക്കൊടി കാട്ടിയതിനെ അനുബന്ധിച്ച് ഇതാ ഒരു അപ്പസ്തോലിക പ്രതിനിധിയെ വത്തിക്കാൻ ഗൾഫിലേക്ക് അയക്കുകയാണ്. പക്ഷെ ഈ പ്രതിനിധി സീറോ മലബാർ സഭ നിർദ്ദേശിച്ച പേരുകളിൽ പെടുന്നതല്ല. പിന്നെ എങ്ങനെയാണ് ഈ വൈദികൻ വത്തിക്കാന്റെ നോമിനിയാകുന്നത്? അവിടെയാണ് ഗൾഫ് രൂപത പല മെത്രാന്മാരുടെയും കസ്തൂരി മാമ്പഴമായിരുന്നു എന്നുള്ള കാര്യം കണക്കിലെടുക്കേണ്ടത്. 2015 സീറോ മലബാർ സിനഡ് നിയമിച്ച 3 അംഗ മെത്രാൻ സിനഡിലെ അംഗങ്ങൾ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണക്കുളങ്ങര, മാർ മാനത്തോടത്ത്, മാർ റാഫേൽ തട്ടിൽ. ഇതിൽ ഭരണക്കുളങ്ങര പിതാവായിരുന്നു സമിതിയുടെ മുഖ്യ ചുമതലക്കാരൻ. ഈ കാലയളവിൽ ഗൾഫ് SMCA തലവനായിരുന്നു. ഖത്തറിൽ നിന്നുള്ള ഡോക്ടർ മോഹൻ തോമസ്, ഒരു കാലത്ത് ആലഞ്ചേരി പിതാവിനൊപ്പം നിന്നിരുന്ന ശ്രീ മോഹൻ തോമസ് പിന്നീട് ഭരണക്കുളങ്ങര പിതാവിനൊപ്പം ആവുകയായിരുന്നു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൾ പിയാത്രോ പരോളിന്റെ മാനസപുത്രനായി വിശേഷിക്കപ്പെട്ടിരുന്ന മെത്രാനാണ് മുൻപ് വത്തിക്കാൻ ഡിപ്ലോമാറ്റ് ആയിരുന്ന മാർ ഭരണക്കുളങ്ങര മെത്രാൻ സംഘത്തിന്റെ ഗൾഫ് സന്ദർശനത്തിന് ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഗൾഫിലെ SMCA മുടിചൂട മന്നനായിരുന്ന മോഹനൻ തോമസ് ഭരണക്കുളങ്ങരയുമായി ചേർന്ന് ഗൾഫിൽ നിന്ന് ഒരു പ്രതിനിധി സംഘത്തെ റോമിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ വെച്ച് കർദിനാൾ പരോളിന്റെ ഭരണക്കുളങ്ങര പിതാവിനെ ഗൾഫിലെ കാര്യങ്ങൾക്കായി ഒരു ലൈസൺ ഓഫീസറായി പ്രവർത്തിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഗൾഫിൽ രൂപത വന്നാൽ ഈ പരിചയം കൈമുതലായി സ്ഥിരം എരിയുന്ന ഡൽഹി ലാവണം കൈവെടിഞ്ഞ് കൂടുതൽ മികച്ച ഗൾഫിലെത്താം എന്നതാണ് മുൻകൂട്ടി കണ്ട ഒരു ചാണക്യ തന്ത്രം തന്നെയായിരുന്നു അത്. പക്ഷെ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും നേതൃത്വത്തിൽ എത്തിയപ്പോൾ കഥ അങ്ങോട്ട് മാറി. ഭരണപക്ഷത്ത് നിൽക്കുന്ന മോഹൻ തോമസിനെ വലിച്ചെറിയാൻ ഗൾഫിലെ SMCA തന്നെ അടിച്ചുടക്കാൻ തീരുമാനിച്ചു. ബൈ ബൈ SMCA എന്ന മുദ്രാവാക്യവുമായി സഭാതലവൻ ഗൾഫിൽ പര്യടനം നടത്തി. ഖത്തറിൽ തന്നെയുള്ള ഡേവിസ് എന്നയാളെ ഗൾഫ് XIC എന്ന സംഘടനയുടെ തലപ്പത്ത് വെച്ച് മോഹൻ തോമസിനെ നിഷ്കരണം വെട്ടി. ഈ അടുത്ത കാലത്ത് ഡോക്ടർ മോഹൻ തോമസിനെ ഡൽഹിയിൽ വെച്ച് സഭാതലവൻ ഒരു അവാർഡ് കൊടുക്കുന്ന ചിത്രം പുറത്തുവിട്ടിരുന്നു. ഭരണപിതാവിന്റെ കെയർ ഓഫിൽ മോഹൻ തോമസിനെ വീണ്ടും ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരിക, അതും ഒതുക്കിയ സഭാതലവനെ കൊണ്ട് തന്നെ ഒരു അവാർഡ് അങ്ങോട്ട് കൊടുപ്പിച്ചുകൊണ്ട് എന്നതായിരുന്നു അതിന്റെ പിന്നിലെ ചേതോവികാരം. അതേസമയം മറ്റൊന്നുകൂടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. 2025 ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ച സീറോ മലബാർ സഭ ഗൾഫ് രൂപത നടപ്പിലാക്കാൻ ഒരു ഡെലിഗേറ്റിനെ അയക്കേണ്ടതായിരുന്നു. എന്നാൽ നവംബർ ആയിട്ടും അത് നടപ്പാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ ജോളി വടക്കനെ ഡെലിഗേറ്റായി നിയമിച്ചുകൊണ്ട് കർദിനാൾ പരോളിന്റെ വകയായ ഒരു കത്ത് ഗൾഫ് വികാരിയയിൽ നിന്ന് പുറത്തു വരുന്നത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൾ പിയത്രോ പരോളിന്റെ കത്തിൽ പിന്നിൽ പഴയ മാനസപുത്രന്റെ കരങ്ങൾ ഉള്ളതായി സംശയം ഏറ്റുവാങ്ങാൻ കാരണങ്ങൾ പലതാണ്. ആദ്യത്തേത് സീറോ മലബാർ സഭ ഡെലിഗേറ്റുമായി കൊടുത്തിട്ടുള്ള പേരുകളിൽ ഫാദർ ജോളി വടക്കൻ ഇല്ലായിരുന്നു. രണ്ടാമത്തേത്, ഇങ്ങനെയൊരു നീക്കത്തെക്കുറിച്ച് സീറോ മലബാർ സഭയ്ക്ക് ഔദ്യോഗികമായി യാതൊരു അറിവുമില്ല. മൂന്നാമത്തേത്, ഈ കത്ത് ഡോക്ടർ മോഹൻ തോമസ് വിഭാഗം അംഗീകരിക്കുന്നു. ആരാണ് ഫാദർ ജോളി വടക്കൻ? സീറോ മലബാർ സഭാ തർക്കത്തിൽ സഭാവിരുദ്ധ വിഭാഗത്തിൽ നിൽക്കുന്ന മെത്രാന്മാരോട് ഒപ്പം നിൽക്കുന്ന പ്രമുഖ വൈദികൻ, സഭയെ നിരന്തരം വിമർശിക്കുകയും വിമതർക്ക് പരസ്യ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഫാദർ ജോളി വടക്കൻ ഡെലിഗേറ്റ് പദവിയിൽ നിന്ന് മെത്രാനായി ഉയരും എന്നതാണ് മാർ ഭരണക്കുളങ്ങരയുടെ പ്ലാൻ തന്നെ. താഴത്തെ പിതാവിന്റെ തൃശ്ശൂരിൽ നിന്ന് തന്നെ തന്റെ പക്ഷത്തേക്ക് ഒരു തുറപ്പ് ചീട്ട്. ഫാദർ ജോളി വടക്കൻ കർദിനാൾ ആലഞ്ചേരി പിതാവിനെയും സിറിൽ വാസിൽ പിതാവിനെയും സഭാ നേതൃത്വത്തെയും ഒക്കെ നിശിതമായി വിമർശിക്കുന്ന വീഡിയോകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഇത്രയും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൈദികനെ ഗൾഫിലേക്ക് കൊണ്ടുവരുന്നത് മാർ ഭരണക്കുളങ്ങര ഗൾഫ് തന്റെ കൈപ്പിടിയിൽ കൊണ്ടുവരിക എന്ന ആഗ്രഹ പൂർത്തീകരണത്തിനായി തന്നെയാണ്. സീറോ മലബാർ സഭാ സിനഡിനെ ഭംഗിയായി കബളിപ്പിച്ച് നയതന്ത്ര വിദഗ്ധനായ മാർ ഭരണി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഭരണി പരോളിൻ കൂട്ടുകെട്ടിൽ എറണാകുളം വിമത സഭ പുഷ്പിക്കുക തന്നെ ചെയ്യും.